ആന്റപ്പാ, ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കാവാ. ആശാൻ പറഞ്ഞാ ഞാൻ വേണേ കടലിൽ ചാടും. ധൈര്യമായിട്ട് പറ. എല്ലാ കൊല്ലവും പള്ളിപ്പെരുന്നാളിന് ഞാൻ നാടകം ചെയ്യാറുള്ളത് അറിയാമല്ല. ഇക്കൊല്ലത്തെ നാടകത്തില് ഒരു പ്രധാന വേഷം നീ ചെയ്യാൻ പോവുകയാണ്. നാടകത്തിന് വേഷം ഞാൻ ചെയ്യാൻ പോണെന്ന ആശാന് കണ്ട് തലയ്ക്ക് വെച്ചെന്നാ തോന്നണേ. ഞാൻ പറയണത് നീ കേക്ക്. നിനക്ക് നല്ല താളബോധമുണ്ട്. നിന്റെ പാട്ടും ചവിട്ടും കണ്ടപ്പോ എനിക്ക് ബോധ്യായി. അത് പിന്നെ എന്റെ അപ്പൻ ചവിട്ട് നാടകക്കാരനായിരുന്നു. കൊച്ചുനാളിലെ അപ്പന്റെ ചവിട്ട് നാടകം കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പം മരിച്ചെങ്കിലും രക്തത്തിലുള്ള മറക്കാൻ പറ്റുവാ. പക്ഷെ അതുപോലല്ലല്ലോ നാടകം. എന്റെ എനിക്കെങ്ങും വയ്യ. എന്റെ കയ്യും കാലും പറയ്ക്കും. ഈ വായി കൊള്ളാത്തതും കടിച്ചാ പൊട്ടാത്തതുമായിട്ട് ഓരോന്ന് പറയേണ്ടി വരില്ലേ? എന്താണ് അതിന്റെ പേര്? ഡയലാങ്ക. എനിക്ക് ഓർമ്മ നിൽക്കത്തില്ല. എടാ, അതൊക്കെ ഞാൻ ശരിയാക്കി തരാന്ന്. ആശാൻ ശരിപ്പെടുത്തി തന്നാലും ഞാൻ തന്നെ വേണ്ട ചെയ്യാൻ. എനിക്ക് വയ്യപ്പ. എടാ, അതിനുള്ള ധൈര്യം ഞാൻ തരാന്ന്. ഏറ്റാ? ഏറ്റു. ഏറ്റല്ല എങ്കിലും ഒരു കൈ നോക്കാം. അല്ല ആശാന, ഞാൻ ഹീറോയാണ്. അതെന്താണ്? നീ ഹീറോ വേഷം മാത്രമേ ചെയ്യത്തുള്ള? വില്ലൻ വേഷാണെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. ഹീറോ പിടിച്ചിട്ട് ഇടിക്കും, എന്റെ സ്വഭാവവും മാറും. ഇയാളാണാ? പാതിര വരെ അവിടെ ഇവിടെ നടന്ന് കള്ളും കുടിച്ച് ഓരോ വെളിവേട് എഴുന്നള്ളിച്ചോണ്ട് വന്നോളും. വേറെ ആരെയും കിട്ടിയില്ലേ അപ്പനെ? എന്താണ്ടി മോളെ അവന്റെ ഒരു താളബോധം. പാരമ്പര്യമാണ് കേട്ടാ. കടലിൽ പോയി മീൻ പിടിക്കാനും ബാക്കിയുള്ള നേരം കുടിച്ചു കൂത്താടി വഴക്കുണ്ടാക്കാനും കൊള്ളാം. ഇതിനെയൊക്കെ വിളിച്ചെഴുന്നള്ളിച്ചോണ്ട് വന്നിരിക്കുന്നു ഹീറോ വേഷം കളിക്കാൻ. മോന്ത കണ്ടാലും മതി. എന്താണ് ഒന്നുകൂടി പറഞ്ഞേ. എടി കൊച്ചേ, എന്താ? എന്റെ മോന്തനെ കുറിച്ച് എന്താ പറഞ്ഞാന്ന്? തന്റെ മോന്ത നാടകത്തിന് പറ്റിയതല്ലാന്ന് തന്നെ. ദേ ആശാന്റെ മോളായി പോയി കേട്ടാ. അല്ലെങ്കിൽ എന്റെ മോന്ത കൊള്ളുകയെന്ന്. ഈ മോന്തയെ വെച്ചോണ്ടാ എത്ര നാൾ ജീവിച്ചത്. ഇനി നിങ്ങളുടെ ഇട്ടത്തിന് വിളിച്ച് മാറ്റി വെക്കാൻ പറ്റുവാ? പോയി പണി നോക്ക്. ഞാൻ എന്റെ പാട്ടിന് പോണു. ഞാൻ നിങ്ങളുടെ പുറകെ വന്ന ഇല്ലല്ല. തേനെ പാലേന്ന് വിളിച്ച് കാല് പിടിച്ച് കൊണ്ടുവന്നിട്ട് അവമാനിക്കാണ്. പോവില്ല. എനിക്ക് നാണവും വേണ്ട, കുന്തവും വേണ്ട. എവിടെ നിക്കണ്ടോ ലസാമ്മേ, നീ മിണ്ടരുത് കേട്ടാ. ഇങ്ങോട്ട് വന്നേ. ഇന്നലെയും കൂടി ഇവിടെ വന്ന് റിഹേഴ്സൽ നടക്കുമ്പോ ബഹളം ഉണ്ടാക്കിയതാണ്. അപ്പൻ അതങ്ങ് മറന്നു. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്താണ് പേര്? എന്തെങ്കിലും ആകട്ടെ. നമ്മ തമ്മിൽ ആദ്യം പരിചയപ്പെടുകയാണ്. നാടകത്തിൽ സ്റ്റേജിൽ കിടന്ന് തുള്ളണ കണ്ടിട്ടുണ്ട്. ആ വേഷം കണ്ട് എന്റെ അടുത്ത് വേണ്ട. എന്റെ സ്വഭാവം മാറും. സ്വഭാവം മാറുമെന്ന് തന്നെയാ ഞാനും അപ്പനോട് പറഞ്ഞേ. ഇത് മഹാ മോശമായി പോയി കേട്ടോ ആശാനെ. പെണ്ണുങ്ങളെ കൊണ്ട് അവമാനിപ്പിക്കണത്. ഇത് പെണ്ണാണ് ആണാണ്? ഒരു കാര്യം ചെയ്, ഇതിനൊരു മീശം വരച്ച് ആൺവേഷം കെട്ടിച്ച് ഇതിലേ ഇറക്ക്. ഞാൻ പോണ്. നിക്കാനാണ് പറഞ്ഞത്. നീ അങ്ങകത്താത്തില്ല. പഞ്ചാര പറഞ്ഞ് മയക്കാൻ വരണ്ട. ന്യായനം വേറെയാണ്. മേത്തൂന്ന് കൈയ്യെടു. മേത്തൂന്ന് കൈയ്യെടുക്ക. ആലോഹ്യം വേണ്ട. അപ്പന്റെ നിപ്പ് കണ്ടാത്തൊന്നും ഏതാണ്ട് നിധി നഷ്ടപ്പെട്ടൊന്ന്. എവിടെന്നെങ്കിലും ഒരുത്തനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന് എങ്ങനെയെങ്കിലും നാടകം നടത്താന്ന് വിചാരിക്കുമ്പോ ഓരോ കുന്ത്രാണ്ടം വിളിച്ചോണ്ട് വന്നോളും. ഒക്കോണം എന്റെ മുമ്പിൽ നിന്ന്. എന്തീശോയേ. ദേ പുട്ടെടുത്ത് വെക്കണണ്ട. എനിക്ക് കടലിൽ പോകേണ്ട നേരായി. ആന്റോയെ, നീ ഇന്ന് കടലിൽ പോയില്ലേ? പോകാമടാ. നീ ഇങ്ങാട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. ആശാനാ? എന്താണപ്പാ കോള്? ഇരിക്ക്. എടാ, ഇന്നലെ പറ്റിയത് അത് അവളൊരു ബുദ്ധിമോശം പറഞ്ഞടാൻ. നീ അത് കാര്യമായിട്ട് എടുക്കണ്ട. എന്റെ കൂടെ വരണം. അവളാ? ഏതവള്? എടാ, ഇന്നലെ നമ്മ ഇന്നലെ നമ്മ ഷാപ്പിൽ വെച്ച് കണ്ട് കുടിച്ച് പാട്ടും പാടി. അതിന്റെ ഇടയിൽ ഏതവളാണ്? എടാ, നീ ഇന്നലെ നാടകത്തിൽ ചേർന്ന് കളിക്കാമെന്ന് സമ്മതിച്ചത്
നിന്നെയും കൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോ എന്റെ മോളേതാണ്ട് പറഞ്ഞതിന് അരിശപ്പെട്ടുകൊണ്ട് നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. നാടകം കളിക്കാമെന്ന് ഏറ്റെന്നാ ആ, ഞാനും കേട്ടിട്ടില്ല. ആശാൻ ഇന്നലെ കുറച്ച് ഓവറായിരുന്നു കേട്ടാ. ഇന്നലെ രാത്രി ലൈറ്റ് ഹൗസിന്റെ അടുത്തിട്ടും സംസാരിച്ചപ്പ നാടകം കളിക്കാൻ സമ്മതിച്ച് നീ എന്റെ കൂടെ വന്നില്ലായിരുന്ന? ലൈറ്റ് ഹൗസ് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടല്ല. എന്റെ മുഖത്തോട് വെളിച്ചം വീണത് അപ്പൊ ആശാൻ അടുത്തുണ്ടായിരുന്ന? അത് സ്വപ്നമല്ലായിരുന്ന? അല്ല, നാടകത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ആദ്യം നീ ഒഴിഞ്ഞു. ഞാൻ പഠിപ്പിച്ചരാന്ന് പറഞ്ഞപ്പോ നീ സമ്മതിച്ചു. എന്റെ ഈശോ, അങ്ങനെ വല്ല വിവരദോഷം എന്റെ നാവേന്ന് വീണിട്ടുണ്ടെങ്കിൽ ആശാൻ ക്ഷമീര്. എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണത്. ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള വേറെ വല്ല കാര്യം ഉണ്ടെങ്കിൽ പറയും. താളബോധമില്ലാത്ത കാക്കാശിന്റെ വിവരമില്ലാത്ത ഈ മരങ്ങാടിന് പറ്റുമെങ്കിൽ പിന്നെ നിനക്കെന്താന്ന്? പറ്റാഞ്ഞിട്ടല്ല വേണ്ടാന്ന് തോന്നിയിട്ടാ. അതിനൊരു കാരണം ആ, എനിക്ക് കടലിൽ പോണെന്ന്. ഓയ്ക്കോ, പോണ്ടെന്നാരെങ്കിലും പറഞ്ഞു? രണ്ടും കൂടെ അങ്ങനാണ്. ഞാനും കടലിൽ പോണതാണ്. നിങ്ങൾക്ക് കടലിൽ വിട്ടാ നാടകം, നാടകം വിട്ടാ കടൽ. എനിക്ക് അങ്ങനാണ്. ഒരുപാട് പണിയുള്ളതാ. സമയം ശരിയാകുകയില്ലോ. സമയം കൂടി പോണതാ നിന്റെ കുഴപ്പം. കള്ളും കുടിച്ച് അടിപിടി കൂടുന്നതിലും നല്ലത് ഇങ്ങനെ വല്ല നല്ല കാര്യം പോയി ചെയ്യണതാ. നീ ഒരു 2 ദിവസം റിഹേഴ്സലിന് വന്ന് നോക്ക്. പറ്റില്ലാന്ന് തോന്നിയ അപ്പ വിട്ടു. പറ്റില്ലെങ്കിൽ ഞാൻ വിട്ടിട്ട് പോരും. സത്യമായിട്ടും അത് സമ്മതാണ്. സമ്മതിച്ച്. അവിടെ വരുമ്പോ നിങ്ങളുടെ മോളുണ്ടല്ല, ഒരെല്ലു കൂടിയൊരനം. അവളെ കമാന്ന് വിണ്ടുകയല്ല പോരെ? അപ്പൊ ഞാൻ നാടകത്തിൽ ചേരണമെന്നാണ് നിങ്ങളെല്ലാവരും പറയണത്. ആ, ശരി, എങ്കിൽ ശരി. ആശാന് പുട്ടും കടല എടുത്തു വെക്ക്. വേണ്ട, നീ വാ. അതൊക്കെ ഉമ്മക്ക് പോന്ന വഴിക്ക് കഴിക്കാമെന്ന്. വാ. നാടകം എന്ന് പറയുമ്പോ പെണ്ണുങ്ങളുണ്ടാവല്ല. പെണ്ണുങ്ങളുണ്ടെങ്കിൽ എന്താ, അവനെ പിടിച്ച് വിഴുങ്ങുവാ. വിഴുങ്ങത്തൊന്നും ഇല്ലായിരിക്കും, എന്നാലും വലത് കാല് വെച്ച് തട്ടയിലോട്ട് കയറി തൊട്ടു തൊയ്തോ. വാ. ദേ തുടങ്ങി കേട്ടാ. ഇന്നലത്തെ മാതിരി ഞാൻ ഇട്ടേക്ക് പോവും. ലീസേ, നീ ആ സ്ക്രിപ്റ്റ് അങ്ങാട്ടെടുത്ത് 1ാമത്തെ രംഗം തൊട്ട് വായിക്കും. ആ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയാം. നീ കളിക്കാൻ പോണ ഈ നാടകം ഉണ്ടല്ല, ഇത് കൊല്ലങ്ങൾക്ക് മുമ്പുള്ളൊരു കഥയാണ്. ഒരടിമ, അടിമയെ സ്നേഹിച്ച ഒരു രാജകുമാരി, പിന്നെ രാജാവ്. ഇവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. അടിമയെന്ന് പറഞ്ഞാൽ നല്ല മെയ്ക്കരുത്തുള്ള, നല്ലോണം പണിയെടുക്കുന്ന ഒത്ത ഒരുത്തൻ. അവനെ കണ്ട് രാജകുമാരിക്ക് അവനോട് സ്നേഹം തോന്നി. അവൾ അവനോട് പ്രേമാഭ്യർത്ഥന നടത്തി. അവൻ പറഞ്ഞു, ഞാൻ വെറും ഒരു അടിമ, നീയോ രാജകുമാരി. നിന്നെ മോഹിക്കാനുള്ള അർഹത എനിക്കില്ല. അവൾ പിന്തിരിയാൻ തയ്യാറായില്ല. ആരെതിർത്താലും ഈ ജന്മത്ത് തനിക്കൊരു കാമുകനുണ്ടെങ്കിൽ, ഒരു പുരുഷനുണ്ടെങ്കിൽ അത് അവനായിരിക്കും എന്നവൾ ശഠിച്ചു പറഞ്ഞു. നേരുള്ള പെണ്ണാണ് കേട്ടാ അവള്. പക്ഷേ ഈ വിവരം രാജാവ് അറിഞ്ഞു. അയാൾ അവനെ രാജകുമാരിയെ സ്നേഹിച്ച കുറ്റത്തിന് തുറുങ്കിലടച്ചു. പക്ഷേ മനുഷ്യത്വമുള്ളവനായിരുന്നു രാജാവ്. തന്റെ മകളെ മറക്കാമെന്ന് സമ്മതിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടാമെന്ന് രാജാവ് പറഞ്ഞു. ഇല്ല, കൊടുത്തുപോയ സ്നേഹം തിരിച്ചെടുക്കാൻ എനിക്കാവില്ല. രാജാവ് അവനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഈശോ, ഏതു തുറങ്കിലാണ് തന്റെ പ്രിയനെന്നറിയാതെ ഭാവം രാജകുമാരി അവനെ തേടി നടന്നു. മനസ്സിലായ? നല്ല കഥയാണ് കേട്ടാ. സങ്കടം വരും. അല്ല, ഇതിൽ ഞാനാരാണ്? എന്റെ വേഷം പറഞ്ഞില്ലല്ല. നീയാണ് അടിമ. ശോ, അതിനൊരുപാട് വർത്താനം പറയേണ്ടി വരുമല്ല. പിന്നെ പറയാണ്ട്? ഇതൊക്കെ ഞാൻ അവിടുന്ന് പഠിക്കാനാണ്. ഒക്കെ പഠിപ്പിക്കാം. ലിസാമേ, മോളങ്ങാട് വായിര്.
ഗിലയാദ് മലഞ്ചെരുവിലേക്ക് കോലാട്ടിൻ പറ്റങ്ങളെ ഇറക്കി വിട്ടു വന്ന അടിമക്കൂട്ടത്തിൽ അവനൊരു സൂര്യനെ പോലെ ഉദിച്ചു നിന്നു. അവനിൽ നിന്ന് ദൃഷ്ടി തിരിക്കാനാവാതെ അവൾ തരിച്ചു നിന്നുപോയി. അവന്റെ വിരിഞ്ഞ നെഞ്ച്, ബലിഷ്ഠമായ മാംസപേശികൾ, എണ്ണമയമാർന്ന മേനി. കാറ്റിനോടും കടലിനോടും ഞാൻ ചോദിച്ചു, ഉത്തരമില്ല. ജെറുസലേം കന്യകളെ, നിങ്ങൾ എന്റെ പ്രിയയെ കണ്ടോ? നീരവം നീങ്ങുന്ന വെറും മേഘങ്ങളല്ല, നീലമേഘങ്ങള്. നീ മുണ്ടാണ്ടിരിക്കണ, ഞാൻ തന്നെ ഓർത്ത് പറയട്ടെ. നീരവം നീങ്ങുന്ന നീലമേഘങ്ങളെ, നിങ്ങൾ എന്റെ ഹൃദയേശ്വരിയെ കണ്ടോ? ഏതൻ തോട്ടത്തിൽ വിരിഞ്ഞു സുഗന്ധം പരത്തുന്ന പൂങ്കുലകൾക്കിടയിൽ ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. തീർസാ നഗരം പോലെ മനോഹരിയായവളെ, വരിക വരിക വരിക. യൂദായ നാട്ടിലെ ഏത് പെൺകുട്ടിയെയും നിനക്ക് സ്വന്തമാക്കാം, എന്റെ മകളെ ഒഴികെ. അവളെ മറക്കുക, മറക്കാൻ തയ്യാറാണെന്ന് ലോകത്തിന് മുമ്പിൽ തുറന്നു പറയുക. അതല്ല നിന്റെ ഭാവമെങ്കിൽ രാജനീതിയുടെ ഖഡ്ഗമേറ്റ് നിന്റെ ശിരസ് ഇവിടെ പിളഞ്ഞു വീഴും. കഷ്ടം, മറക്കാവെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ജീവനെങ്കിലും കിട്ടിയേനെ. നീ ആരാടാ? എടാ ആരാന്ന്? ആന്റോയാ കഥാപാത്രമാ. എന്റെ മറുപടി കേൾക്കാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഇപ്പൊ ആശാനില്ല, ഞാൻ രാജാവാണ്. നീ അടിമ. അടിമയ്ക്ക് ഇറന്ന വർത്തമാനമാണോ നീ പറഞ്ഞത്? എടാ ആണാന്ന്. ഡാ കാവറെ, അവന്റെ വേഷം കെടുത്തെ. ആ ഷട്ടങ്ങോട്ട് ഊര്. തട്ടേല് നിൽക്കുമ്പോ അവനവനില്ല, കഥാപാത്രമേ ഉള്ളു. എട വേഷമിട്ട് കഴിയുമ്പോ നീ ആൻഡോ അല്ലാണ്ടാവും, നീ അടിമയാവും. ചെന്ന് പൊസിഷനിൽ നിൽക്ക്. ഞാൻ അവസാന ഭാഗം മാത്രമേ പറയത്തുള്ളൂ കേട്ടാ. അത് കഴിയുമ്പോ നീ നിന്റെ ഡയലോഗ് തുടങ്ങണം. മൂമെന്റ്സ് മറക്കരുത് കേട്ടാ. രാജനീതിയുടെ ഖഡ്ഗത്തിനിരയായി നിന്റെ ശിരസ് ഇവിടെ പിടഞ്ഞു വീഴും. പറയടാ, എടാ പറയാൻ. ഇരുമ്പഴികളുടെ ബന്ധനം കൊണ്ടോ രാജകിങ്കരന്മാരുടെ വാൾമുനകൾ കൊണ്ടോ ഒന്നായി ചേർന്ന മനസ്സുകളെ പിരിക്കാനാവില്ല തിരുമനസ്സെ. രാജപ്രതാപങ്ങളുടെ ഗർഭിന് മുമ്പിൽ അടിയറവ് പറയാനുള്ളതല്ല ഞങ്ങളുടെ നിർമ്മല സ്നേഹം. 1000 സൂര്യചന്ദ്രന്മാർ ഒന്നിച്ചസ്തമിച്ചാലും ആത്മാവിന്റെ അവസാനത്തെ അണുവിലെങ്കിലും ജീവന്റെ ഒരു കണിക ബാക്കി നിൽക്കും വരെ എന്റെ നാവിൽ ഒന്നേ മന്ത്രിക്കൂ, ഞാൻ ഇവളെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. വേണ്ട, എന്നെ മറക്കാമെന്ന് പറയൂ, എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് പറയൂ. അങ്ങയുടെ ജീവനെങ്കിലും രക്ഷപ്പെടട്ടെ. ഭാഗ്യദോഷിയായി ഈ പാവിനി അത് കണ്ടെങ്കിലും ആശ്വസിച്ചു കൊള്ളാം. ഭീരുക്കളെ പലകുറി മരിക്കൂ പ്രിയേ. എനിക്ക് മരണം ഒന്നേ ഉള്ളൂ, ഞാൻ പുരുഷനാണ്. പരവേശെടുക്ക, കുറച്ച് വെള്ളം തരുവാ. നീ പെരുക്കി കളഞ്ഞല്ലടാ. ചാർലി ഇതിന്റെ 7 അയൽപക്കത്ത് വരികയല്ല. ആദ്യമായിട്ട് നാടൻ കളിക്കാണെന്ന് പറയേയില്ല, അസലായി. പോരാ, പറഞ്ഞതൊന്നും അങ്ങാട്ട് ചെയ്തെന്നേ ഉള്ളു, അതുപോരാ. പോരല്ലേ? നന്നായെന്ന് വല്ലവരും പറഞ്ഞിട്ട് എന്താ കാര്യം? ആശാൻ പറഞ്ഞില്ലല്ലോ. നന്നായില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നന്നായി എന്ന് ഞാൻ പറഞ്ഞ ഇനിയും നന്നാവാനുള്ള എന്റെ മനസ്സ് കെട്ടുപോകും. അതുകൊണ്ടാ.
ഉമ്മ തുടങ്ങിയതല്ലേ ഉള്ളു. നീ നോക്കിക്കോ. ഉം. അതെ. നന്നായി കേട്ടാ. ആൻഡോ ചേട്ടൻ സ്റ്റേജിൽ കയറി കർട്ടൻ വീണവരെ ഇവിടെ ഒരാളുടെ ഉള്ളി കിടന്ന് പിടയ്ക്കായിരുന്നു കേട്ടാ. നിങ്ങ എവിടെയായിരുന്നു? ഞങ്ങൾ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല കേട്ടാ. ഒന്നേ നോക്കിയുള്ളൂ. പിന്നെ നോക്കിയോണ്ടല്ലോ വിറ വരും. മുമ്പിൽ കടലാണെന്ന് കയറി ഞാനും കളിക്കായിരുന്നു. ഞങ്ങ നിക്കണ പോണ. നിങ്ങ പാപ്പനോടെ പൊക്കോ, ഞാൻ വന്നേക്കാം. ദേ ഒരുപാട് വൈകരുത് കേട്ടാ. ഇല്ലെന്ന്. നിങ്ങെന്താണ് ഈ നോക്കി നിക്കണത്? ആ പോ. പ്രതീക്ഷിച്ചാലും ഭംഗിയായി. നന്നായി കേട്ടാ. ഞങ്ങളുടെ ഹീറോണ് കേട്ടാ. പറഞ്ഞിട്ടും പറ്റേ. ഞാൻ ഉമ്മാർക്കളെ കൂടെ പോയിട്ടും പറ്റ കേട്ടാ. ആ ചെല്ല് ചെല്ല് ചെല്ല്. ചെലവ് ചെയ്യാന്ന്. അവരവനെ കൊണ്ടുപോണത് കണ്ട നിലത്ത് വെക്കാണ്ടാണ്. അവൻ ഇനി പറ പറക്കും. മോളെ കണ്ടോ?